ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെയും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെയും ജീവനാഡിയായ ഒമാൻ തീരത്തും ഹോർമുസ് കടലിടുക്കിലും വീണ്ടും യുദ്ധഭീതി വിതച്ചുകൊണ്ട് പുതിയൊരു കപ്പലാക്രമണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. തന്ത്രപ്രധാനമായ ഈ കപ്പൽ പാതയിലൂടെയുള്ള ചരക്ക് നീക്കം സാധാരണ നിലയിലേക്ക് മടങ്ങി വരാൻ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒമാൻ തീരത്തു നിന്നും അല്പം അകലെ വെച്ച് അജ്ഞാത വിക്ഷേപണി ചരക്കു കപ്പലിൽ വന്നിടിച്ചതോടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വീണ്ടും കടുത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഈ ഞെട്ടിക്കുന്ന ആക്രമണ വിവരം പുറത്തുവിട്ടത്. ഒമാനിലെ ദാഹിദ് തീരത്തു നിന്നും തെക്കുകിഴക്ക് മാറിയാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതെന്ന് അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. സമുദ്ര സുരക്ഷയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ഇത്തരം അടിയന്തര സാഹചര്യങ്ങളെ നിരീക്ഷിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഏജൻസിയാണ് UKMDO. ആക്രമണത്തിൽ കപ്പലിന്റെ മുൻഭാഗത്തുള്ള ബ്രിഡ്ജ് അഥവാ കൺട്രോൾ റൂം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. കപ്പലിന്റെ ഗതി നിയന്ത്രിക്കുന്നതിലും ആശയവിനിമയം നടത്തുന്നതിലും ഏറ്റവും നിർണായകമായ ഭാഗമാണ് ബ്രിഡ്ജ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കപ്പലിനെ പൂർണ്ണമായും നിശ്ചലമാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. കനത്ത നാശനഷ്ടങ്ങൾ കപ്പലിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആശ്വാസകരമായ കാര്യം കപ്പലിലെ ജീവനക്കാർ ആരും തന്നെ പരിക്കേൽക്കാതെ സുരക്ഷിതരാണ് എന്നതാണ്. ആക്രമണം നടന്നയുടൻ തന്നെ കപ്പലിലെ സുരക്ഷാ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കാൻ ജീവനക്കാർക്ക് സാധിച്ചു. വലിയൊരു ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് ജീവനക്കാർ രക്ഷപ്പെട്ടതെന്ന് മേഖലയിൽ നിന്നുള്ള നാവിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ആക്രമണത്തെ തുടർന്ന് സമുദ്രത്തിൽ എണ്ണച്ചോർച്ചയോ മറ്റ് പരിസ്ഥിതി മലിനീകരണങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും താൽക്കാലികമായി ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഇത്തരം തന്ത്രപ്രധാനമായ പാതകളിൽ എണ്ണക്കപ്പലുകൾക്കോ വലിയ ചരക്ക് കപ്പലുകൾക്കോ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പലപ്പോഴും വലിയ തോതിലുള്ള പരിസ്ഥിതി ദുരന്തങ്ങളിലേക്കാണ് നയിക്കാറുള്ളത്. സംഭവം നടന്നയുടൻ തന്നെ ഒമാൻ ഭരണകൂടവും അന്താരാഷ്ട്ര നാവികസേനകളും സംയുക്തമായി കപ്പലിന് ആവശ്യമായ സുരക്ഷാ സഹായങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് വിഷയത്തിന്റെ ആഴം കൂട്ടുന്നുണ്ട്. ഈ മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലും അതുപോലെ പ്രാദേശിക ശക്തികൾ തമ്മിലും നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ പലപ്പോഴും ഇത്തരം സമുദ്ര കടലാക്രമണങ്ങളുടെ രൂപത്തിലാണ് പുറത്തു വരാറുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നാണ് ഒമാൻ തീരം സ്ഥിതി ചെയ്യുന്നത്. ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും ആഗോള എണ്ണ വിലയെയും കപ്പൽ ഇൻഷുറൻസ് നിരക്കുകളെയും നിമിഷം നേരം കൊണ്ട് ബാധിക്കാൻ ശേഷിയുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര തലത്തിൽ ചില ചർച്ചകളും കരാറുകളും രൂപപ്പെടുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് ഈ ആക്രമണം എന്നത് ശ്രദ്ധേയമാണ്. സമാധാന കരാറുകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അത് തകർക്കാൻ ആഗ്രഹിക്കുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ പ്രാദേശിക ശക്തികളോ ആകാം ഇതിന് പിന്നിലെന്ന സംശയവും ശക്തമാണ്. അടുത്തിടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും ചില കർശനമായ മുന്നറിയിപ്പുകൾ വന്നിരുന്നു. അന്താരാഷ്ട്ര കപ്പലുകൾ തങ്ങളുടെ സമുദ്രാതിർത്തികളും നിശ്ചിത യാത്രാ മാനദണ്ഡങ്ങളും ലംഘിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് വ്യക്തമാക്കിയിരുന്നു. അജ്ഞാത വിക്ഷേപണി ഏത് തരത്തിലുള്ളതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാവിക വിദഗ്ധർ. ഇത് തീരത്തു നിന്നും തൊടുത്തുവിടുന്ന മിസൈലാണോ അതോ ആധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണമാണോ എന്ന് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ച ശേഷമേ വ്യക്തമാവുകയുള്ളൂ. ഈ ആക്രമണം ചരക്കു കപ്പൽ കമ്പനികൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുത്തനെ ഉയരാൻ ഇത് കാരണമാകും. സുരക്ഷിതമല്ലെന്ന് തോന്നിയാൽ പല പ്രമുഖ കമ്പനികളും ഹോർമുസ് പാത ഉപേക്ഷിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റിയുള്ള ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ ബദൽ പാതകൾ തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകും. അന്താരാഷ്ട്ര നാവിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഒമാൻ തീരത്ത് നടന്നിരിക്കുന്നത്. സമാധാനപരമായി സർവീസ് നടത്തുന്ന വാണിജ്യ കപ്പലുകളെ സൈനിക ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ആഗോള സമുദ്ര സുരക്ഷാ കരാറുകളുടെ ലംഘനമാണ്. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക നാവികസേന ടാസ്ക് ഫോഴ്സ് നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. എന്നിട്ടും ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് സുരക്ഷാ വീഴ്ചയാണോ എന്ന ചോദ്യവും ഉയരുകയാണ്.
ഒമാൻ രാജ്യം പരമ്പരാഗതമായി പശ്ചിമേഷ്യയിലെ തർക്കങ്ങളിൽ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പല രഹസ്യ ചർച്ചകൾക്കും മധ്യസ്ഥത വഹിക്കുന്നത് ഒമാനാണ്. അങ്ങനെയുള്ള ഒമാന്റെ തീരപ്രദേശത്ത് വെച്ച് തന്നെ ആക്രമണം ഉണ്ടായത് ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മേലുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി പോലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആക്രമണത്തിനിരയായ കപ്പൽ ഏത് രാജ്യത്തിന്റെ പതാക വഹിച്ചിട്ടുള്ളതാണെന്നും അതിലെ ചരക്കുകൾ എവിടെ നിന്നുള്ളതാണെന്നും അന്വേഷണത്തിൽ നിർണായകമാക്കും. നിർദ്ദിഷ്ട രാജ്യങ്ങളോടുള്ള രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമാണോ ഈ ആക്രമണമെന്ന് ഇതിലൂടെ കണ്ടെത്താനാകും. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒത്തുചേർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ചരക്കു കപ്പലുകൾക്ക് സൈനിക അകമ്പടി നൽകുന്ന സംവിധാനം കൂടുതൽ ശക്തമാക്കേണ്ടി വരും. കടൽപാതകളിലെ സുരക്ഷ ഉറപ്പാക്കാതെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഈ സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിലപാടിലേക്ക് വരാനാണ് സാധ്യതയെങ്കിലും അവരുടെ മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ അവസരം ഉപയോഗിച്ചേക്കാം. നിലവിൽ കപ്പൽ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കേടുപാടുകൾ സംഭവിച്ച ബ്രിഡ്ജ് താൽക്കാലികമായി നന്നാക്കിയ ശേഷമായിരിക്കും യാത്ര തുടരുക. ഹോർമുസ് കടലിടുക്കിലെ സമാധാനം എന്നത് എത്രത്തോളം പ്രകോപനവും അസ്ഥിരവുമാണെന്ന് ഈ അജ്ഞാത ആക്രമണം തെളിയിക്കുന്നുണ്ട്. ഒരു വശത്ത് ചർച്ചകളും മറുവശത്ത് മിന്നലാക്രമണങ്ങളും നടക്കുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഫോടനാത്മകമായേക്കാം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ഫലത്തിലേക്കും അതിനെ തുടർന്ന് വൻ ശക്തികൾ സ്വീകരിക്കുന്ന നിലപാടുകളിലേക്കുമാണ്.